Hi everyone, welcome back to Learnino. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രോബബിലിറ്റി എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. സോ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് ഇവന്റ്സ്, ടൈപ്സ് ഓഫ് ഇവന്റ്സ്, പിന്നെ നമ്മൾ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറേ ഇമ്പോർട്ടൻറ്റ് ഫോർമുലയാണ്. സോ ലെറ്റ് സ്റ്റാർട്ട്. ഫസ്റ്റ് എന്താണ് പ്രോബബിലിറ്റി നോക്കാം. അപ്പോൾ നമുക്കറിയാം പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ മെഷർ ഓഫ് ലൈക്ലിഹുഡ് ഓഫ് ആൻ ഇവന്റ് ടു ഒക്കർ. അതായത് ഒരു ഇവന്റ് ഇപ്പോൾ നമ്മളൊരു എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യണം. അപ്പോൾ എക്സ്പെരിമെന്റ് റാൻഡം ആയിട്ട് കണ്ടക്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു എക്സ്പെരിമെന്റ് റിസൾട്ട് അല്ലെങ്കിൽ ഔട്ട്കം എന്ന് പറയുന്നത് ഏത് വേണമെങ്കിലും ആവാം. അതായത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ആ ഒരു കേസിൽ ഒരു പെർട്ടിക്കുലർ ഇവന്റ് ഒക്കർ ചെയ്യാൻ എത്ര ചാൻസ് ഉണ്ട്, അപ്പോൾ അതിനൊക്കെയാണ് ഈ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. അങ്ങനെ മെഷർ ചെയ്യുന്ന ഒരു മെഷർമെന്റ്, അതായത് അതൊരു മെഷറാണ് അല്ലെ. അപ്പൊ ആ ഒരു വാല്യൂ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ പ്രോബബിലിറ്റി ആണ്. സോ മെനി ഇവന്റ്സ് കനോട്ട് ബി പ്രെഡിക്റ്റഡ് വിത്ത് ടോട്ടൽ സെർട്ടനിറ്റി. അതിപ്പോ എല്ലാ ഇവന്റ്സും നമുക്ക് സെർട്ടൻ ആയിട്ട് പറയാൻ പറ്റില്ല ഇങ്ങനെ നടക്കില്ല എന്ന്. ഓക്കെ, അപ്പോൾ ചിലത് മാത്രമേ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും, ചിലത് പ്രെഡിക്റ്റബിൾ അല്ല. We can predict only the chance of an event to occur. ഇനി ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇവന്റ് ഒക്കർ ചെയ്യാൻ നമുക്ക് ചാൻസസ് മാത്രമേ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അതായത് പെർഫെക്റ്റ് ആയിട്ട് ഇത് ഇത്ര നടക്കും ഇങ്ങനെ നടക്കും എന്ന് ഒരിക്കലും പെർഫെക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. ജസ്റ്റ് അത് ഒക്കർ ചെയ്യാനുള്ള ചാൻസിന്റെ ടേംസിൽ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുള്ളൂ. അതിനെയാണ് ഈ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഹൗ ലൈക്ലി ദേ ആർ ഗോയിങ് ടു ഹാപ്പൻ. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ചാൻസ് എന്ന് പറയുന്നത് എന്താ, ഒരു ഇവന്റ് എത്രത്തോളം ഹാപ്പൺ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ലൈക്ലി ഉദ്ദേശിക്കുന്നത് അതാണ്, അത് ഒക്കർ ചെയ്യാനുള്ള ഒരു ചാൻസ്, പോസിബിലിറ്റി. ഓക്കെ, പ്രോബബിലിറ്റി ക്യാൻ റേഞ്ച് ഫ്രം 0 to 1. അപ്പൊ ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0ന്റെ 1ന്റെ ഇടയിലാണ്. ഇനി 0യും 1ഉം ഇൻക്ലൂസീവ് ആണ്. 0 വരാം, 1 വരാം, ഇൻ ബിറ്റ്വീൻ 0 and 1 വരാം. പക്ഷെ മാക്സിമം എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, ഇനി 0 മീൻസ് ഇവന്റ് ടു ബി ആൻ ഇമ്പോസിബിൾ. അത് നമുക്കറിയാം. ഇപ്പോൾ സപ്പോസ് ഒരു ഇവന്റ് ഒക്കർ ചെയ്യാനുള്ള ഒരു ചാൻസ് 0, അല്ലെങ്കിൽ അതിന്റെ പ്രോബബിലിറ്റി 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ആ ഇവന്റ് ഒരിക്കലും പോസിബിൾ അല്ല, ദാറ്റ് ഈസ് ഇമ്പോസിബിൾ ഇവന്റ് ആണ്. ഇനിയിപ്പോൾ സപ്പോസ് ഈ പ്രോബബിലിറ്റി വാല്യൂ നമുക്ക് 1 കിട്ടിയാൽ എന്താ മീനിങ്, ചാൻസ് ഒക്കർ ചെയ്യാനുള്ള ചാൻസ് 1 എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു മാക്സിമം വാല്യൂ ആണ് 1. അപ്പൊ അതിന്റെ അർത്ഥം അതൊരു ഷുവർ ഇവന്റ് അല്ലെങ്കിൽ ഒരു സെർട്ടൻ ഇവന്റ് ആണ്. അതായത് ആ ഇവന്റ് ഉറപ്പായിട്ടും നടക്കും. അതുകൊണ്ടാണ് അതിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1 എന്ന് കിട്ടിയത്. നെക്സ്റ്റ് റാൻഡം എക്സ്പെരിമെന്റ്സ്. ഇത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു. അതായത് ഒരു എക്സ്പെരിമെന്റിന് സപ്പോസ് മോർ ദാൻ 1 പോസിബിൾ ഔട്ട്കംസ് ഉണ്ടെങ്കിൽ, അത് മാത്രമല്ല നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, അതായത് ഉറപ്പായിട്ടും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഏത് ഔട്ട്കം ആണ് ഇതിലത്തെ വരിക എന്നുള്ളത്. അങ്ങനത്തെ ഒരു എക്സ്പെരിമെന്റിനെയാണ് നമ്മൾ റാൻഡം എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. ദ എക്സ്പെരിമെന്റ് ദാറ്റ് ഹാസ് മോർ ദാൻ 1 പോസിബിൾ ഔട്ട്കം എന്ന് പറയുന്നത് ആ റിസൾട്ട് ആണ് പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു പ്രെഡിക്റ്റ് വിത്ത് സെർട്ടനിറ്റി. അതായത് സെർട്ടൻ ആയിട്ട് അല്ലെങ്കിൽ ഷുവർ ആയിട്ട് നമുക്ക് ഒരിക്കലും ഏത് ഔട്ട്കം വരും എന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അങ്ങനത്തെ ഒരു എക്സ്പെരിമെന്റിനെയാണ് നമ്മൾ റാൻഡം എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഒരു ഡൈയുടെ കേസ് നോക്കാം. ഇഫ് ഇറ്റ് ഈസ് ത്രോൺ വൺസ്, ഇപ്പോൾ ഒരു പ്രാവശ്യം നമ്മളൊരു ഡൈ എറിയാണ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഒരു ഡൈയുടെ കേസിൽ 6 ഫേസസ് ഉണ്ട്. 1 2 3 4 5 6. ഇതിൽ ഏതാണ് വരിക നമുക്ക് ഷുവർ ആയിട്ട് പറയാൻ പറ്റും, സെർട്ടൺ ആയിട്ട് പറയാൻ പറ്റും, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും? ഇല്ല. ഓക്കെ, അതായത് ഏത് വേണമെങ്കിലും വരാം. പക്ഷെ ഏതൊക്കെ ഔട്ട്കംസ് ഉള്ളത്? ഇറ്റ് ക്യാൻ ബി 1 2 3 4 5 or 6. ക്ലിയർ ആയല്ലോ? അതിലത്തെ ഏത് വരും നമുക്ക് പറയാൻ പറ്റില്ല. സോ ത്രോയിങ് എ ഡൈ എന്ന് പറയുന്നത് എന്താ, അതൊരു റാൻഡം എക്സ്പെരിമെന്റ് ആണ്. ഇതിലത്തെ ഏത് വേണമെങ്കിലും വരാം ഔട്ട്പുട്ട് ആയിട്ട്. നെക്സ്റ്റ് ഔട്ട്കംസ്. ഔട്ട്പുട്ട് ഇൻ ദ സെൻസ് റിസൾട്ട് അല്ലെങ്കിൽ ഔട്ട്കം ആണ് ഉദ്ദേശിച്ചത്. ഇനി നമുക്ക് ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ടേംസ് നോക്കാം. ആദ്യത്തെ ഔട്ട്കംസ് എന്ന് പറയുന്നത് എ പോസിബിൾ റിസൾട്ട് ഓഫ് എ റാൻഡം എക്സ്പെരിമെന്റ്. ഇപ്പൊ മനസ്സിലായല്ലോ, അതായത് ഒരു റാൻഡം എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ അതിൽ ഒക്കർ ചെയ്യാൻ ചാൻസ് ഉള്ള അല്ലെങ്കിൽ പോസിബിൾ ആയിട്ടുള്ള റിസൾട്ടിനെയാണ് നമ്മൾ പറയുന്നത് ഔട്ട്കം എന്ന്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കോയിൻ ട്വൈസ് ടോസ് ചെയ്യുകയാണെങ്കിൽ, ഒരു കോയിൻ ട്വൈസ് 2 തവണ ടോസ് ചെയ്യുകയാണെങ്കിൽ പോസിബിൾ ഔട്ട്കംസ് ഏതൊക്കെയാ വരിക? H H H T. ബാക്കി ഏതൊക്കെയാ വരിക? T H വരാം, T T വരാം അല്ലെ. സോ ഇതിപ്പോ ഒരു ഡൈ ത്രോ ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ ഏതൊക്കെ വരാം? നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ സെയിം എക്സാമ്പിൾ പറഞ്ഞില്ല എന്നുള്ളൂ. ഇപ്പോ ഈ പറഞ്ഞ കോയിൻ വൺസ് നമ്മൾ ത്രോ ചെയ്യുകയാണെങ്കിൽ എന്ത് വരാം, ടോസ് ചെയ്യുകയാണെങ്കിൽ എന്താ വരിക? ഒന്നുകിൽ H വരും അല്ലെങ്കിൽ T വരും അല്ലെ. അതാണ് പോസിബിൾ ഔട്ട്കംസ്. ഇവിടെ ഇപ്പൊ ട്വൈസ് ആണ് പറഞ്ഞത്. സോ H H H T T H T T ഇതൊക്കെയാണ് ഔട്ട്കംസ് വരിക. നെക്സ്റ്റ് സാമ്പിൾ സ്പേസ്. സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ പറഞ്ഞ സെയിം എക്സ്പെരിമെന്റ് കേസ് എടുക്കാം. അതായത് ടോസിങ് എ കോയിൻ ട്വൈസ്. അതിന്റെ കേസിൽ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് ഓൾ പോസിബിൾ ഔട്ട്കംസ് ഓഫ് ദാറ്റ് എക്സ്പെരിമെന്റ്. ക്ലിയർ ആയല്ലോ? ദ സെറ്റ് ഓഫ് ഓൾ പോസിബിൾ ഔട്ട്കംസ് ഓഫ് എൻ എക്സ്പെരിമെന്റ്. അതിനെയാണ് സാമ്പിൾ സ്പേസ് S എന്ന് പറയുന്നത്. എസ് എന്ന് അപ്പൊ എവിടെ S കണ്ടുകഴിഞ്ഞാൽ അതെന്താ? സാമ്പിൾ സ്പേസ് ആണ്. സാമ്പിൾ സ്പേസ് എന്താ?
ഒരു എക്സ്പെരിമെന്റിന്റെ എല്ലാ പോസിബിൾ ഔട്ട്കംസിന്റെയും സെറ്റിനെയാണ് നമ്മൾ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ടോസിങ് എ കോയിൻ ട്വൈസിന്റെ കേസിൽ എല്ലാ പോസിബിൾ ഔട്ട്കംസും സെറ്റ് ആയിട്ട് എഴുതുക. എച്ച് 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 ടി ടി എച്ച് ടി ടി. അപ്പോൾ ഈ ഒരു സെറ്റിനെയാണ് സാമ്പിൾ സ്പേസ് എസ് എന്ന് പറയുന്നത് ഈ ഒരു എക്സ്പെരിമെന്റ്. ഓക്കെ, നെക്സ്റ്റ് ഇവന്റ് എന്ന് പറഞ്ഞ ടേം എന്താ നോക്കാം. ഇവന്റ് എന്ന് പറയുന്നത് സിംപ്ലി സബ്സെറ്റ് ഓഫ് എ സാമ്പിൾ സ്പേസ് എസ് ആണ്. ഇപ്പൊ എസ് നമ്മൾ പറഞ്ഞു ഓൾ പോസിബിൾ ഔട്ട്കംസിന്റെ സെറ്റ് ആണെന്ന് പറഞ്ഞു. ഇനി അതിന്റെ സബ്സെറ്റ്, ഒരു സബ്സെറ്റിനെയാണ് ഇവന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി ഒക്കറൻസ് ഓഫ് എൻ ഇവന്റ്, ഒരു ഇവന്റ് ഒക്കർ ചെയ്യുന്നത്. ഓക്കെ, അതിനെ പറയുന്നത് ദ ഇവന്റ് ഇ ഓഫ് എ സാമ്പിൾ സ്പേസ് എസ് is said to have occurred if the outcome of the experiment is such that omega belongs to E. Just a notation ആണ്. ഓക്കെ, അതായത് ഇപ്പൊ നമ്മൾ ഒരു റാൻഡം എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തു. ആ കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന ഔട്ട്കം ഒമേഗ ആണെന്ന് വിചാരിക്കാം. ഇനി ഇഫ് ദിസ് ഒമേഗ ബിലോങ്സ് ടു ക്യാപിറ്റൽ ഇ, ക്യാപിറ്റൽ ഇ എന്താ നമ്മൾ അവിടെ പറഞ്ഞു ഇവന്റ് ആണെന്ന് പറഞ്ഞു അല്ലെ. ഈ ഇവന്റ് എന്ന് പറയുന്നത് എന്താ സബ്സെറ്റ് ഓഫ് നമ്മുടെ സാമ്പിൾ സ്പേസ് ആണെന്ന് പറഞ്ഞു. ക്ലിയർ ആയല്ലോ? സോ ഈ ഇപ്പൊ കിട്ടിയ നമുക്ക് റാൻഡം എക്സ്പെരിമെന്റ് ഔട്ട്കം ഒമേഗ ഇഫ് ഇറ്റ് ബിലോങ്സ് ടു ഇ, അങ്ങനെയാണെങ്കിൽ ആ പറഞ്ഞ ഇവന്റ് ഒക്കർ ചെയ്തു എന്ന് അർത്ഥം. ക്ലിയർ ആയല്ലോ? ഇനിയിപ്പോ സപ്പോസ് വൈസ് വേഴ്സ, അതായത് നേരെ തിരിച്ച്, ഇഫ് ഒമേഗ ഡസ് നോട്ട് ബിലോങ് ടു ഇ ദെൻ ദ ഇവന്റ് ഇ ഹാസ് നോട്ട് ഒക്കർ. ഇപ്പൊ സപ്പോസ് നമുക്ക് കിട്ടിയ ഔട്ട്കം എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഇവന്റിൽ ഇൻക്ലൂഡഡ് അല്ല എങ്കിൽ ദാറ്റ് മീൻസ് ആ ഇവന്റ് ഒക്കർ ചെയ്തിട്ടില്ല. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഒരു ഇവന്റ് ഒക്കർ ചെയ്തോ ഇല്ലെന്ന് പറയാൻ പറ്റും. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് ടൈപ്സ് ഓഫ് ഇവന്റ്സ്. ഇപ്പോൾ ഇവന്റ്സിന്റെ ടൈപ്സ് നോക്കാം. ഫസ്റ്റ് ഇംപോസിബിൾ ഇവന്റ്സ്. നമുക്ക് ആ ടേം ആ പേരിൽ നിന്ന് തന്നെ മനസ്സിലാവും അല്ലെ. ഇംപോസിബിൾ ഇവന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരിക്കലും നടക്കാൻ ചാൻസ് ഇല്ലാത്ത ഇവന്റ്സ് ആണ് ഇംപോസിബിൾ ഇവന്റ്സ്. അപ്പൊ അതിന്റെ മീനിങ് എന്താ, അത് എന്തായിരിക്കും, എംപ്റ്റി സെറ്റ് നള്ളായിരിക്കും അതിന്റെ സാമ്പിൾ സ്പേസ്. കാരണം എന്താ, ഒരിക്കലും നടക്കില്ല. സോ ആൻ ഇവന്റ് ഇസ് സെറ്റ് ടു ബി ഇംപോസിബിൾ ഇഫ് ഇറ്റ് കണ്ടെയ്ൻസ് നോ സാമ്പിൾ പോയിന്റ് ഓഫ് എസ്. എസ് എന്ന് പറയുന്നത് എല്ലാം പോസിബിൾ ഔട്ട്കംസ് ആണ്. അതിലത്തെ ഒരു ഔട്ട്കം പോലും പോസിബിൾ അല്ല ഇവിടെ നടക്കാൻ. ദാറ്റ് മീൻസ് അതിന്റെ എംപ്റ്റി സെറ്റ് നള്ളാണ് ഇവിടെ വരിക. ഓക്കെ, ഇനി ഷുവർ ഇവന്റ്സ് എന്താ, നേരെ ഓപ്പോസിറ്റ്. അതായത് an event is said to be sure event if it is the whole sample space S. നേരത്തെ പറഞ്ഞ നൾ സെറ്റ് ആണ്, ഇത് പറഞ്ഞത് ഹോൾ സാമ്പിൾ സ്പേസ് എസ് ആണ്. അതായത് ഷുവർ ആയിട്ടും നടക്കും. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് കോമ്പൗണ്ട് ഇവന്റ്. Compound event എന്ന് പറയുന്നത് an event is said to be compound event if it consists of more than one sample point of S. Okay, അതായത് എസ്സിലെ ഒന്നിൽ കൂടുതൽ സാമ്പിൾ പോയിന്റ്സ് ഇൻക്ലൂഡഡ് ആണെങ്കിൽ ആ ഇവന്റിനെ പറയുന്നതാണ് കോമ്പൗണ്ട് ഇവന്റ്. ഓക്കെ, ഇപ്പൊ കോമ്പൗണ്ട് നമ്മൾ ഈ കോമ്പിനേഷൻ പറയുന്ന പോലെ തന്നെ. ക്ലിയർ ആയി? നെക്സ്റ്റ് ആൾജിബ്ര ഓഫ് ഇവന്റ്സ്. ഇപ്പൊ ഇവന്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ആൾജിബ്ര നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ കോംപ്ലിമെന്ററി ഇവന്റ്. കോംപ്ലിമെന്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അതായത് സപ്പോസ് ഒരു ഇവന്റ് ഉണ്ട് എ, അപ്പൊ അതിന്റെ കോംപ്ലിമെന്ററി എന്ന് പറയുന്നത് ഒന്നെങ്കിൽ എ ഡാഷ് അല്ലെങ്കിൽ എ ബാർ. ഈ രണ്ട് രീതിയിലും നമ്മൾ എക്സ്പ്രസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇത് ഉദ്ദേശിക്കുന്നത് എ കോംപ്ലിമെന്റ് ആണ്. ഓക്കെ, given an event A, the complement of A is the event consisting of all sample space outcomes that do not correspond to the occurrence of A. Important ആണ്. അതായത് എയുടെ നേരെ ഓപ്പോസിറ്റ് ആലോചിക്കും. ഇപ്പൊ സപ്പോസ് എ, അതായത് അത് എ എന്ന് പറയുന്നത് ഒരു ഇവന്റ് ആണ്. ആ ഇവന്റിന് റിലേറ്റഡ് അല്ലാത്ത ബാക്കി എല്ലാം സാമ്പിൾ സ്പേസ് ഔട്ട്കംസ്, അതാണ് എന്ത്, കോംപ്ലിമെന്ററി ഇവന്റ്. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് ഇവന്റ് എ ഓർ ബി. എ ഓർ എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് യൂണിയൻ ആണ് വരിക. ദ ഇവന്റ് എ യൂണിയൻ ബി ദാറ്റ് കണ്ടെയ്ൻസ് ഓൾ ദോസ് എലമെന്റ്സ് which are either in A or in B or in both. ഇത് ഓൾറെഡി നമ്മൾ സെറ്റ്സിൽ പഠിച്ച കാര്യങ്ങളാണ്, ഈ യൂണിയൻ ഇന്റർസെക്ഷൻ ഒക്കെ ഒന്ന് പറഞ്ഞിട്ട് അല്ലെ. അപ്പൊ നമ്മൾ ഇവന്റിന്റെ ബേസിസിൽ ഇത് പറയുകയാണെങ്കിൽ എ ഓർ ബി, ഇവന്റ് എ അല്ലെങ്കിൽ ബി എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യുക, എ യൂണിയൻ ബി ആണ്. അപ്പൊ ഇതിന്റെ മീനിങ് എന്താ, ഇറ്റ് കണ്ടെയ്ൻസ് ഓൾ ദോസ് എലമെന്റ്സ്. ഈ എലമെന്റ്സ് ഒക്കെ ഉദ്ദേശിക്കുന്നത് എന്താ, ഔട്ട്കംസ് ആണ് കേട്ടോ, വേറെ ഒന്നുമില്ല. അപ്പോൾ it contains all those elements that are either in A or in B or in both. ഒന്നുകിൽ എയിൽ ഉണ്ടാവും, അല്ലെങ്കിൽ ബിയിൽ ഉണ്ടാവും, അല്ലെങ്കിൽ രണ്ടിലും ഉണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് ഇവന്റ് എ ആൻഡ് ബി. എ ആൻഡ് ആണ്, സോ നമ്മൾ എ ഇന്റർസെക്ഷൻ യൂസ് ചെയ്യണം. ഇപ്പൊ ഇവന്റ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അതില് എലമെന്റ്സ് എന്ന് പറയുന്നത് എക്കും ബിക്കും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് ആണ് ഉണ്ടാവുക. ക്ലിയർ ആയല്ലോ? എ ആൻഡ് ബിക്ക് കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. നെക്സ്റ്റ് ഇവന്റ് എ ബട്ട് നോട്ട് ബി. എ ബട്ട് നോട്ട് ബി, അത് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എ മൈനസ് ബി ആണ്. ക്ലിയർ ആയല്ലോ? എ മൈനസ് ബി. ബി ബട്ട് നോട്ട് എ എങ്ങനെയായിരിക്കും, ബി മൈനസ് എ, അങ്ങനെ. ഓക്കെ, ഒരെണ്ണം പഠിച്ചു വെക്കുക. സോ എ മൈനസ് ബി എന്ന് പറയുന്നത് എന്താ,
set of all those elements of same space S. ഇപ്പോൾ നമ്മളെല്ലാം ബേസ് ചെയ്ത് പറയുന്നത് എന്തിനെയാണ്? സാമ്പിൾ സ്പേസ് എന്ന് പറയുന്ന സെറ്റ് അല്ലേ? അപ്പൊ അതിലത്തെ ഓരോന്നിനെ എലമെന്റ്സ് ആയിട്ട് കൺസിഡർ, നമ്മൾ സാധാരണ സെറ്റ് എലമെന്റ്സ് എന്നൊക്കെ പറയാറില്ലേ, അതേപോലെ തന്നെയാണ് ഇവിടെയും പറയുന്നത്. അപ്പോൾ ഇവിടെ A മൈനസ് ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? സെറ്റ് ഓഫ് ഓൾ ദോസ് എലമെന്റ്സ് ഓഫ് ദ സെയിം സ്പേസ് S വിച്ച് ആർ ഇൻ A ബട്ട് നോട്ട് ഇൻ B. അതാണ് ഇവിടെ ഇമ്പോർട്ടൻറ്റ്. അതായത് എയിൽ ഉണ്ടാവും പക്ഷെ ബിയിൽ ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, ആ എലമെന്റ്സ് ആയിരിക്കും A മൈനസ് ബിയിൽ ഉണ്ടാവുക. ദാറ്റ് ഇസ് A ഇന്റർസെക്ഷൻ B കോംപ്ലിമെന്റ്. ഇനിയിപ്പോൾ കോംപ്ലിമെന്റ് പറഞ്ഞാൽ മനസ്സിലാവല്ലോ. B കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നോട്ട് ബി. ഓക്കെ, നോട്ട് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിയിലില്ലാത്ത ഇതേപോലെ എലമെന്റ്സ്. ഓക്കെ, അപ്പോൾ എയിലുള്ള എലമെന്റ്സും ബിയിലില്ലാത്ത എലമെന്റ്സും അതിന്റെ രണ്ടിന്റെയും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ്, അതാണ് A ഇന്റർസെക്ഷൻ B കോംപ്ലിമെന്റ്. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ്, മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ്സ്. So two events A and B of a sample space S are said to be mutually exclusive if the occurrence of any one of them excludes or rules out the occurrence of other event. So suppose A and B എന്ന് പറയുന്നത് സാമ്പിൾ സ്പേസ് എസിലെ രണ്ട് ഇവന്റ്സ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ A ഒക്കർ ചെയ്യുമ്പോൾ ആ B എന്ന് പറയുന്ന ഇവന്റിനെ അത് റൂൾ ഔട്ട് ചെയ്യണം. ക്ലിയർ ആയില്ല? റൂൾ ഔട്ട് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഒക്കർ ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യണം. സോ അതാണ് occurrence of an event rules out or excludes the occurrence of the other event. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ രണ്ട് ഇവന്റ്സിനെ പറയുന്നതാണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ്സ്. ക്ലിയർ ആയല്ലോ? അപ്പൊ എക്സ്ക്ലൂസീവ് നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി, എക്സ്ക്ലൂഡിങ് അല്ലെങ്കിൽ റൂളിംഗ് ഔട്ട് എന്നുള്ളത്. ഓക്കെ, ഹെൻസ് ടു ഇവന്റ്സ് A and B cannot occur simultaneously. ശരിയല്ലേ? കാരണം ഒന്ന് ഒക്കർ ചെയ്യുമ്പോൾ അതർ വൺ വിൽ നോട്ട് ഒക്കർ. അപ്പോൾ P of A ഇന്റർസെക്ഷൻ B എന്തായിരിക്കും? ഈ A ഇന്റർസെക്ഷൻ B ഇവിടെ പോസിബിൾ ആയിരിക്കുമോ? രണ്ടും കൂടി നടക്കുമോ? ഇല്ല. ഒരെണ്ണം നടക്കുമ്പോൾ അടുത്ത് നടക്കില്ല. സോ A ഇന്റർസെക്ഷൻ ബിയുടെ പ്രോബബിലിറ്റി എന്തായിരിക്കും? 0 ആയിരിക്കും. ഇത് എപ്പോഴാണ്? മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയാൽ മാത്രമാണ് ഇങ്ങനെ P of A ഇന്റർസെക്ഷൻ B 0 ആയിരിക്കുന്നത്. നെക്സ്റ്റ്, എക്സ്ഹോസ്റ്റീവ് ഇവന്റ്സ്. അതായത് ഇത് ഇവന്റ്സിലെല്ലാം ടൈപ്സ് ആണ് കേട്ടോ, സ്പെസിഫിക് ആയിട്ട് പറയുന്നതാണ്. ഇനി എക്സ്ഹോസ്റ്റീവ് ഇവന്റ്സ് എന്താണെന്ന് നോക്കാം. ഇഫ് E1 E2 എക്സെട്ര En ആർ n ഇവന്റ്സ് ഓഫ് എ സാമ്പിൾ സ്പേസ് S and if E1 union E2 union E3 union etc up to En. അപ്പോൾ അതിന് ജനറലി നമ്മൾ ഡിനോട്ട് ചെയ്യുന്നതാണ് യൂണിയൻ I is equal to 1 to n EI. ഇതെന്ന് പറയുന്നത് എന്തായിരിക്കും? സാമ്പിൾ സ്പേസ് S ആയിരിക്കും. ക്ലിയർ ആയോ? സോ E1 E2 എക്സെട്ര En എന്ന് പറയുന്നത് എന്താണ്? E1 യൂണിയൻ E2 യൂണിയൻ E3 യൂണിയൻ എക്സെട്ര അപ് ടു യൂണിയൻ En. അപ്പോൾ നമ്മളിത് കോമൺ ആയിട്ട് പറയുന്നതാണ് കേട്ടോ യൂണിയൻ ടേംസിൽ. ദെൻ E1 E2 എക്സെട്ര En ആർ കോൾഡ് എക്സ്ഹോസ്റ്റീവ് ഇവന്റ്സ്. ഇപ്പോൾ കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ E1 എക്സെട്ര അപ് ടു En ഓഫ് എ സാമ്പിൾ സ്പേസ് S ആർ സെഡ് ടു ബി എക്സ്ഹോസ്റ്റീവ് if at least one of them necessarily occur. ഇപ്പോൾ യൂണിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇതെല്ലാത്തിൻ്റെയും യൂണിയൻ എന്ന് പറയുന്നത് എന്താ? either E1 or E2 or E3 or etc either En. അതല്ല മീനിങ്. അപ്പോൾ ഇതിന്റെ മീനിങ് എന്ന് പറയുന്നത് ഏതെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരെണ്ണം ഒക്കർ ചെയ്യണം. ക്ലിയർ ആയില്ല? അപ്പോൾ ഒരു എക്സ്പെരിമെന്റ് പെർഫോം ചെയ്യുമ്പോൾ ഈ E1 to En എന്ന് പറഞ്ഞ അത്രയും ഇവന്റ്സിലെ അതിൽ അറ്റ്ലീസ്റ്റ് ഒരു ഇവന്റ് എങ്കിലും ഒക്കർ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ അതിനെ പറയുന്നതാണ് എക്സ്ഹോസ്റ്റീവ് ഇവന്റ്സ്. കേട്ടോ? നെക്സ്റ്റ്, മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആൻഡ് എക്സ്ഹോസ്റ്റീവ് ഇവന്റ്സ്. ഇനി ഇത് നമ്മൾ രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള കേസാണ് പറയുന്നത്, മ്യൂച്വലി എക്സ്ക്ലൂസീവും എക്സ്ഹോസ്റ്റീവും. ഓക്കെ, മ്യൂച്വലി എക്സ്ക്ലൂസീവ് നമ്മൾ എന്താ പറഞ്ഞത്? ഒരു ഇവന്റ് ഒക്കർ ചെയ്യുമ്പോൾ അത് occurrence of other ഇവന്റിനെ സ്റ്റോപ്പ് ചെയ്യും. ഇനി എക്സ്ഹോസ്റ്റീവ് ഇവന്റ്സ് നമ്മൾ പറഞ്ഞത് E1 എക്സെട്ര അപ് ടു n ഇവന്റ്സ് ഉണ്ടെങ്കിൽ അതിൽ അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും ഒരെണ്ണം ഒക്കർ ചെയ്യും. ഇനിയിപ്പോൾ ഇത് രണ്ടും കൂടി ക്ലബ് ചെയ്ത് പറയുകയാണെങ്കിൽ ഇഫ് E1 E2 എക്സെട്ര En ആർ n ഇവന്റ്സ് ഓഫ് എ സാമ്പിൾ സ്പേസ് S if EI intersection EJ is equal to null. Clear ആയല്ലോ? EI intersection EJ is equal to null for every I not equal to J. ഈ I not equal to J എന്ന് പറഞ്ഞാൽ E1 intersection E2. ഇവിടെ ഇപ്പോൾ ഐയും ജെയും നോട്ട് ഈക്വൽ ആണ്. ക്ലിയർ ആണ്? അപ്പോൾ ഇങ്ങനത്തെ കേസസ് ആണ് ഉദ്ദേശിച്ചത് I not equal to J. അപ്പോൾ ഇങ്ങനെ ഇന്റർസെക്ഷൻ കേസ് നൾ സെറ്റ് ആണ് കിട്ടുന്നതെങ്കിൽ ആൻഡ് അതായത് EI ആൻഡ് EJ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ പെയർ വൈസ് ഡിസ്ജോയിന്റ് ആണ്. And union I is equal to 1 to n EI is equal to S. ഇത് നമ്മൾ ഓൾറെഡി നേരത്തെ മെൻഷൻ ചെയ്തു. Then the events E1 E2 etc En എന്ന് പറയുന്നത് എന്താ? മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആൻഡ് എക്സ്ഹോസ്റ്റീവ് ഇവന്റ്സ് ആണ്. ഓക്കെ, അതായത് EI ഇന്റർസെക്ഷൻ EJ എന്ന് പറയുന്നത് നള്ളാണ് നമുക്ക് കിട്ടുക I not equal to J കേസ്. നെക്സ്റ്റ്, ആക്സിയോമാറ്റിക് അപ്രോച്ച് ടു പ്രോബബിലിറ്റി. ലെറ്റ് S, ഇനി പറയുന്ന S എല്ലാം എന്താണ്? സാമ്പിൾ സ്പേസ് ആണ്. ലെറ്റ് S contain outcomes set omega 1 omega 2 etc omega n, then it follows from the axiomatic definition of probability that,
അതായത് നമ്മൾ പ്രോബബിലിറ്റിയിലെ ആക്സിമാറ്റിക് അപ്രോച്ച് പറയുന്നത് എസ് എന്ന് പറയുന്നത് സാമ്പിൾ സ്പേസ് ആണ്. അതിൽ സെറ്റ് ഓഫ് ഔട്ട്കംസ് ഉണ്ട്, ω1 ω2 എക്സെട്ര ωn. അങ്ങനെയാണെങ്കിൽ ആക്സിയോമാറ്റിക് ഡെഫിനിഷൻ ഓഫ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു പി ഓഫ് ωi ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. അതായത് ഈ ഒമേഗ ഐ ഉദ്ദേശിക്കുന്നത് എന്താ? സപ്പോസ് ഐ ഈക്വൽ ടു 1 ആണെങ്കിൽ ദാറ്റ് മീൻസ് പി ഓഫ് ω1 അല്ലേ? അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ദാറ്റ് ω1 എന്ന് പറയുന്നത് എന്താണ്? 0ന്റെ 1ന്റെ ഇടയിൽ. അതേപോലെ ഓരോന്നും ω1 ω2 എക്സെട്ര ωn. സോ ഈ പറയുന്ന പ്രോബബിലിറ്റിയുടെ വാല്യൂ ഏതിന്റെ ഇടയിലായിരിക്കും? 0 and 1ന്റെ ഇടയിലായിരിക്കും. ഫോർ ഈച്ച് ωi വിച്ച് ബിലോങ്സ് ടു എസ്. അത് നമുക്കറിയാലോ, സാമ്പിൾ സ്പേസിലായിരിക്കും ഈ ωi ഇൻക്ലൂഡഡ് ആയിരിക്കും. നെക്സ്റ്റ്, സം ഓഫ് ദീസ് ഔട്ട്കംസിന്റെ പ്രോബബിലിറ്റീസ്, അതായത് പി ഓഫ് ω1 പ്ലസ് പി ഓഫ് ω2 പ്ലസ് എക്സെട്ര പ്ലസ് പി ഓഫ് ωn എന്തായിരിക്കണം? 1 ആയിരിക്കണം. ഓക്കെ. ഫോർ എനി ഇവന്റ് പി ഓഫ് എ ഇസ് ഈക്വൽ ടു സിഗ്മ പി ഓഫ് ωi. അതായത് ഒരു ഇവന്റ് എ, ഓക്കെ, ആ എയുടെ പ്രോബബിലിറ്റി, ആ എ ഇവന്റ് ഒക്കർ ചെയ്യാനുള്ള പ്രോബബിലിറ്റി പി ഓഫ് എ ഇസ് ഈക്വൽ ടു സമ്മേഷൻ പി ഓഫ് ωi വേർ ωi ബിലോങ്സ് ടു എ. അപ്പൊ എ എന്ന് പറയുന്നത് ഇവന്റ് ആണ്, അതിന് ഇൻക്ലൂഡഡ്, അതായത് ωi ഇൻക്ലൂഡഡ് ടു എ ആണ്. അങ്ങനെയാണെങ്കിൽ ദ നമ്പർ പി ഓഫ് ωi എന്ന് പറയുന്നത് എന്താ? പ്രോബബിലിറ്റി ഓഫ് ഔട്ട്കം ωi. പി ഓഫ് ωi എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് ദ ഔട്ട്കം ωi. ആ ഒരു സ്പെസിഫിക് ഔട്ട്കമിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബബിലിറ്റി ആയിരിക്കും. നെക്സ്റ്റ്, പ്രോബബിലിറ്റി ഓഫ് ഈക്വലി ലൈക്ലി ഔട്ട്കംസ്. ഇപ്പൊ നമുക്ക് ആ ടേമിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഈക്വലി ലൈക്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അതായത് എപ്പോഴും പറയുന്ന പോലെ തന്നെ നമുക്ക് ഈക്വൽ ചാൻസസ് ആണ് ഉള്ളതെന്ന് പറയില്ലേ, ഈക്വൽ ആയിട്ട് ഒക്കർ ചെയ്യാനുള്ള ചാൻസസ് ആണ് ഉള്ളതെന്ന് പറയുന്ന പോലെ തന്നെ ലെറ്റ് എസ് ബി എ സാമ്പിൾ സ്പേസ്, ഇ ബി ആൻ ഇവന്റ്, ദെൻ സച്ച് ദാറ്റ് എൻ ഓഫ് എസ് ഈക്വൽ ടു എൻ. ഈ എൻ ഓഫ് എസ് എന്ന് പറയുന്നത് എന്താ? സാമ്പിൾ സ്പേസിൽ പറഞ്ഞ പോലെ നമ്പർ ഓഫ് എലമെന്റ്സ് എന്ന് പറയും. അതുപോലെ എൻ എന്നും പിന്നെ എൻ ഓഫ് ഇ എന്ന് പറയുന്നത് ഇവന്റ്, ഇവന്റിൽ നമ്പർ ഓഫ് എലമെന്റ്സ് എം. ക്ലിയർ ആയല്ലോ? സാമ്പിൾ സ്പേസിലെ നമ്പർ ഓഫ് എലമെന്റ്സ് എന്നും അതുപോലെ ഇവന്റിലെ നമ്പർ ഓഫ് എലമെന്റ്സ് എം ആണ്. ഓക്കെ, ഈ ഇവന്റ് ഇ എന്താ? ഓൾറെഡി സബ്സെറ്റ് ഓഫ് എസ് ആണ്, അത് നമ്മൾ ആദ്യമേ പറഞ്ഞു. ഇഫ് ഈച്ച് ഔട്ട്കം ഇസ് ഈക്വലി ലൈക്ലി ടു ഒക്കർ. ഇനി നമ്മളൊരു എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യാൻ അതിന്റെ ബേസ് ചെയ്തിട്ട് അത് പറയുന്നത്, ഇനി ഓരോ ഔട്ട്കമും ഈക്വലി ലൈക്ലി ആണ്, അതായത് ഒക്കറൻസ് ചാൻസ് എന്തായിരിക്കും? എല്ലാത്തിനും സെയിം ആയിരിക്കും. ക്ലിയർ ആയല്ലോ? ദ ചാൻസ് ഓഫ് ഒക്കറൻസ് ഓഫ് ഈച്ച് സിമ്പിൾ ഇവന്റ് മസ്റ്റ് ബി ദ സെയിം. ഈക്വൽ ആയിരിക്കണം. ഓരോ ഇവന്റ് ഒക്കർ ചെയ്യാനുള്ള ചാൻസ് എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് ഒക്കറൻസ് ഓഫ് ദാറ്റ് ഇവന്റ് ഇ എന്തായിരിക്കും? എം ഡിവൈഡഡ് ബൈ എൻ. ഓക്കെ, എം ഡിവൈഡഡ് ബൈ എൻ. ഈ എം എന്ന് പറയുന്നത് എന്താ? നമ്പർ ഓഫ് ഔട്ട്കംസ് ഫേവറബിൾ ടു ഇ. ഓക്കെ, അതായത് ഇ എന്ന് പറയുന്ന ഇവന്റ് ഒക്കർ ചെയ്യാനുള്ള ഔട്ട്കം, അതിന് ഫേവറബിൾ ആയിട്ടുള്ള ഔട്ട്കംസ്, അതാണ് നമ്പർ ഓഫ് ഔട്ട്കംസ് ഫേവറബിൾ ടു ഇ. ഇനി ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ ഔട്ട്കംസ്. ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ ഔട്ട്കംസ് അത് നമുക്കറിയാം സാമ്പിൾ സ്പേസിലെ നമ്പർ ഓഫ് എലമെന്റ്സ് ആണ്, നമ്പർ ഓഫ് ഔട്ട്കംസ് ആണ്. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ്, പ്രോബബിലിറ്റി ഓഫ് ദ ഇവന്റ് എ ഓർ ബി. ഇനി ഇതിന്റെ ബേസിക് ഫോർമുലയാണ് പി ഓഫ് എ യൂണിയൻ ബി എന്നാണ് പറയാ. ദാറ്റ് ഇസ് പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സപ്പോസ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ്സ് ആണ് എ ആൻഡ് ബി എങ്കിൽ ഈ ടേം എന്താവും? 0 ആയിരിക്കും അല്ലെ? അപ്പോൾ പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി ആയിരിക്കും പി ഓഫ് എ യൂണിയൻ ബി. നെക്സ്റ്റ്, പ്രോബബിലിറ്റി ഓഫ് ഇവന്റ് നോട്ട് എ. നോട്ട് എ എന്ന് പറഞ്ഞാൽ കോംപ്ലിമെന്റ് ആണ്, പി ഓഫ് എ കോംപ്ലിമെന്റ്. ഇത് ഒന്നെങ്കിൽ ഇങ്ങനെ ഡിനോട്ട് ചെയ്യാം, അല്ലെങ്കിൽ എ ബാർ ഇങ്ങനെയും ഡിനോട്ട് ചെയ്യാം കേട്ടോ. വിച്ച് ഇസ് ഈക്വൽ ടു 1 മൈനസ് പി ഓഫ് എ. ലാസ്റ്റ് നോട്ട് ചെയ്യേണ്ട കുറച്ച് അഡീഷണൽ ഫോർമുലയാണ്. ഇപ്പോൾ പ്രോബ്ലംസിൽ ഇതുപോലെ ഹെൽപ്ഫുൾ ആയിട്ട് വന്നാൽ യൂസ് ചെയ്യാം, ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളിപ്പോൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത്. ഇനി ഇതിൽ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക ഇമ്പോർട്ടൻറ്റ് ഫോർമുല. അഡീഷൻ തിയറം ഫോർ 3 ഇവന്റ്സ്. ഇപ്പോൾ 3 ഇവന്റ്സ് വരികയാണെങ്കിൽ, അതായത് എ ബി ആൻഡ് സി 3 ഇവന്റ്സ് ആണ്, വിച്ച് ആർ അസോസിയേറ്റഡ് വിത്ത് എ റാൻഡം എക്സ്പെരിമെന്റ്. ദെൻ പി ഓഫ് എ യൂണിയൻ ബി യൂണിയൻ സി എന്താ? ആദ്യം ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പ്രോബബിലിറ്റീസ് ആഡ് ചെയ്യാം, പിന്നെ അതിന്റെ ഇന്റർസെക്ഷൻസ് സബ്ട്രാക്ട് ചെയ്യുക. അതായത് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ സി മൈനസ് പി ഓഫ് ബി ഇന്റർസെക്ഷൻ സി. ഇനി ലാസ്റ്റ് ആഡ് ചെയ്യേണ്ടത് 3ന്റെ ഇന്റർസെക്ഷൻ പ്ലസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി. ഇനി സപ്പോസ് ഈ പറഞ്ഞ എ ബി സി മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ്സ് ആണെങ്കിലോ ഇന്റർസെക്ഷൻ ടേംസ് എല്ലാം 0 ആയിരിക്കും. സോ പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി പ്ലസ് പി ഓഫ് സി. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ്, പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് 2 ഓഫ് എ ബി സി ഒക്കർ. അറ്റ്ലീസ്റ്റ് 2 ഓഫ് എ ബി സി ഒക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? പി ഓഫ് അറ്റ്ലീസ്റ്റ് 2 ഓഫ് എ ബി സി, അതായത് എന്തായാലും മിനിമം 2 എണ്ണമെങ്കിലും ഒക്കർ ചെയ്യണം ഈ 3 എണ്ണത്തിൽ. അതാണ് വിച്ച് ഇസ് ഈക്വൽ ടു
P of A intersection B plus P of B intersection C plus P of C intersection A minus twice P of A intersection B intersection C. Okay. Next, P of exactly 2 of A, B, C occur. Exactly, അതായത് A, B, C ലെ രണ്ടെണ്ണം എന്തായാലും occur ചെയ്യും. P of A intersection B plus P of B intersection C plus P of C intersection A minus 3 times P of A intersection B intersection C. Next, P of exactly 1 of ABC occur. P of exactly 1 of ABC occur. അങ്ങനെയാണെങ്കിൽ P of A plus P of B plus P of C minus twice P of A intersection B minus twice P of B intersection C minus twice P of C intersection A plus 3 times P of A intersection B intersection C. Next, നമ്മൾ പറയാൻ പോകുന്നത് any two events A and B യുടെ കേസിൽ P of A intersection B will be less than or equal to P of A less than or equal to P of A union B that will be less than or equal to P of A plus P of B. Okay. ഇനി one more point, odds in favor of event E. അതായത് event E occur ചെയ്യാൻ ആ ഇവന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫേവറബിൾ ആയിട്ടുള്ള ഓഡ്സ് എന്ന് പറയുന്നത് P of E divided by P of E bar. P of E bar എന്താണെന്ന് അറിയാലോ, P of E കോംപ്ലിമെന്റ് ആണ്. P of E divided by P of E bar. ഇനി odds against of event E എന്താ, നേരെ തിരിച്ചു വരും, ഡിനോമിനേറ്റർ ആൻഡ് ന്യൂമറേറ്റർ. P of E bar divided by P of E. Okay, thank you.